രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോ ഏത് സമരത്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ സ്വന്തം കുടുംബത്തോട് മറുപടി പറയാൻ പറ്റാത്ത ഗതികേടിലാണ് ബാലുശ്ശേരിയിലെ ജനനായകന് പ്രയാസമുണ്ട്. തകർക്കാൻ ഞങ്ങളെ തടയാൻ നിൽക്കുന്ന പോലീസുകാർ ഇന്ന് എന്തായിരുന്നു സമരമെന്ന് ചോദിച്ചാൽ എന്താണ് സമരമെന്ന് വിശദീകരിക്കാൻ പറ്റാത്ത ഗതികേടിലാണ് പിണറായി വിജയന്റെ പോലീസും എന്നതിൽ ഞങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ട്. എന്താ നിയമങ്ങളെ സംഭവിക്കുന്നത്? ഞങ്ങൾ അദ്ദേഹത്തിന് 4-5 ദിവസമായി ആകാശത്ത് ഓടി നടക്കുക. പീഡനം ഞങ്ങൾ ഏറ്റവും ലളിതമായി പറയുന്നു. കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് വയലിൽ കൊടുത്താൽ വരമ്പത്ത് കിട്ടുമെന്ന. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോട് പറയുന്നത് ഉള്ളേരിയിൽ കൊടുത്താൽ ഞങ്ങൾ ബാലുശ്ശേരി തരിക. എന്തേ സഖാക്കളെ നിങ്ങൾ പറയുന്നത്? ഉള്ളേരി എത്ര ദിവസമാ പെട്ടി കിടന്നത്? എവിടെ പോയി? അനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉള്ളേരി ബസ് സ്റ്റാൻഡിൽ പരസ്യമായി നട്ടുച്ചയ്ക്ക് ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ജയിലിലടച്ച പോലീസ് സേനയുടെ ആർച്ചനോടെ പോയി എന്ന് ഇന്റർനാഷണൽ ഇപ്പോഴത്തെ മറ്റൊരു രീതിയാണോ? എവിടെ നേരത്തെ ജയ്സൽ പറഞ്ഞു ഞങ്ങൾ പൊതുപ്രവർത്തകരാ, പ്രശ്നങ്ങൾ ഇടപെടും, മധ്യസ്ഥമാക്കും. അതിൽ സമയമുണ്ട്. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ ഞങ്ങൾ പോകും. രാത്രി 2 മണിക്ക് പട്ടോളി ബസാറിലും കാറിൽ കൂടി തലയിൽ മുണ്ടിട്ട് സിപിഎമ്മിന്റെ ഏരിയ സെക്രട്ടറി പോകുന്നത് എങ്ങോട്ടാ? പട്ടോളി ബസാറിലെ സാംസ്കാരിക നായകന്റെ പുറകെ. സാംസ്കാരിക നായകൻ മാത്രമല്ല, എഴുത്തുകാരനാ, മലയാളത്തിലെ ആളുകളെ സംഘടിപ്പിക്കുന്ന ആളാ, അളകാപുരിയിൽ താമസമുണ്ടാക്കിയ ആളാ, ചേതന കലാ സാംസ്കാരിക വേദി ഉണ്ടാക്കി ചെറുപ്പക്കാരെ നല്ലതിലേക്ക് കൊണ്ടുവരുന്ന ആളാ. അയാൾക്കൊരു മോനുമുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങളുടെ മകനായിരുന്നു ഇത് സംഭവിച്ചത് എങ്കിൽ നിങ്ങൾ എന്ത് പണിയായിരുന്നു എടുക്കുക? ഇവിടെ ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേല് അല്ല പ്രിയപ്പെട്ട സഖാക്കളെ. അങ്ങനെ നട്ടപ്പാതിരയ്ക്ക് 2 മണിക്ക് കരിയാത്തങ്കാവിലെ സിദ്ദീഖ് എന്ന് പറയുന്ന സ്കൂൾ അധ്യാപകന്റെ പുറയിലേക്ക് പോയി ഗേറ്റ് തുറന്നപ്പോ സിദ്ദീഖ് മാഷ് എത്തി. കള്ളനാണ്, കള്ളനെന്ന് കൂട്ടി വിളിച്ചു. അപ്പോഴാ തലേന്ന് മുണ്ടയിച്ചത് നോക്കുമ്പോ സിപിഎമ്മിന്റെ ഏരിയ സെക്രട്ടറിയും അധ്യാപക സംഘടനയുടെ സംസ്ഥാന നേതാവും. എന്താ പ്രിയമുള്ളവരെ അധ്യാപകർ ഞങ്ങൾ ചോദിക്കുക, എന്താ എവിടെ പോയി KSTക്കാരൻ? എവിടെ പോയി KSSPക്കാരൻ? എവിടെ പോയി പെൻഷനേഴ്സുകാരൻ? എന്തായിരുന്നു? എവിടെ പോയി ഈ കഴിഞ്ഞ ദിവസം ഇവിടെ 4 ദിവസം മുമ്പ് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് സമരം ചെയ്ത KSTക്കാരൻ എവിടെ പോയി? നമ്മുടെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നേ, വിദ്യാഭ്യാസം സംരക്ഷിക്കുന്നേ. എന്താ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റോള്? അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞങ്ങൾ ബാലുശ്ശേരി സ്റ്റേഷനില് ഓപ്പറേഷൻ മുക്തി എന്ന് പറയുന്ന പരിപാടിയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ കേട്ടിരുന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് അദ്ദേഹത്തിന് വാട്സപ്പില് ഓപ്പറേഷൻ മുക്തിയുടെ വാട്സപ്പിലൂടെ വരുന്നത് ഞങ്ങൾ മഹത്വചനമായി കാണാറുണ്ട്. ഞങ്ങൾ പോലീസുകാരോട് പറയുന്നു, നിങ്ങൾ കേസെടുത്തില്ലെങ്കിലും വേണ്ടിയില്ല, ഓപ്പറേഷൻ മുക്തിയിൽ നിന്നെങ്കിലും അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് ബാലുശ്ശേരി ജനതയോട് ഞങ്ങൾ പറയാ. ഇയാളെ പിടിച്ചാക്കാൻ പറ്റുമോ? ബാലുശ്ശേരി ജാഗ്രതാ സമിതിയുടെ കൺവീനറാ. ബാലുശ്ശേരി പഞ്ചായത്ത് അക്കാര്യത്തിൽ പ്രസിഡന്റിൽ മാന്യത കാണിച്ചിട്ടുണ്ടില്ല എന്ന് പറയാൻ പറ്റൂല. ബാലുശ്ശേരി ജാഗ്രതാ സമിതിയുടെ കൺവീനർ എന്ന നിലയ്ക്ക് അദ്ദേഹം മാന്യത കാണിച്ചിട്ടുണ്ട്. കാരണം എന്താ? അദ്ദേഹം ബാലുശ്ശേരി സ്കൂളിലെ കുട്ടികൾ പിന്നാലെ പോയിട്ടില്ല. അദ്ദേഹം പോയത് മുന്നേ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തൊക്കെ വരാൻ പോകുന്നു കാണാം. 2-3 ആഴ്ച മുമ്പ് ബാലുശ്ശേരി ബ്ലോക്ക എന്താ പ്രകൃതിയിലേക്ക് മടങ്ങാനാ പറഞ്ഞത്. ബാൻഡ് കൊട്ടി പരിപാടി ഞങ്ങളൊക്കെ നോക്കിയ പോലീസ് അകമ്പടിയിൽ പ്രകൃതിയിലേക്ക് മടങ്ങാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലാണ്. ഞങ്ങളൊക്കെ ഇതിന് പിന്നാലെ എണിച്ചേർന്നു. പ്ലാസ്റ്റിക് ഇല്ലാണ്ടാക്കണം, പ്രകൃതിയിൽ നിന്നെല്ലാം മാറ്റണം. പക്ഷെ പ്രകൃതിയെ ഇത്രയേറെ സ്നേഹിച്ച ഒരു മനുഷ്യൻ ഈ തരത്തിൽ പ്രകൃതി വിരുദ്ധത്തിലേക്ക് പോയത് ഞങ്ങൾക്ക് നാളെ കിട്ടിയെന്നുള്ളത് എന്താ? സിപിഎമ്മിന് മറുപടി എന്താ?